ദൂരത്തോ ചാരത്തോ ഇരുന്ന് കേട്ടാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ജാതകദോഷവാ, ജനിച്ച നാളിന്റെ കുഴപ്പമാ, ജനിച്ച സമയത്തിന്റെ കുഴപ്പമാ, അത് പലരും പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ സോഡിയാക് സൈനിന്റെ പ്രശ്നമാ. ഇന്ന് രാത്രി ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് ചന്ദ്രരോഗമല്ല, അത് നക്ഷത്ര രോഗമല്ല. There is a spirit behind the problem. ആത്മാവിനെ ശാസിക്ക. യേശു ആത്മാവിനെ ശാസിച്ചോ, അതവനെ വിട്ടുപോയി. ബാലനെ അപ്പന് മടക്കി കൊടുത്തോ. ഈ രാത്രി യേശു അരികെ വിളിക്കുക. ഞാൻ ഇങ്ങനെ പറയാ, നിന്റെ ജാതകം തിരുത്താനാ യേശു വിളിക്കുന്നത്. നിന്റെ ജാതകം ഒന്ന് തിരുത്തി എഴുതാൻ, നിന്റെ ജാതകം ഒന്ന് തിരുത്തി എഴുതാൻ, നിന്റെ നക്ഷത്ര ഫലം ഒന്ന് തിരുത്തി എഴുതാൻ, നിന്റെ ചന്ദ്രരോഗം ഒന്ന് മാറ്റി എഴുതാൻ ഈ രാത്രി യേശു വിളിക്കുകയാ. എന്റെ അടുക്കലേക്ക് വാ. ഈ രാത്രി നിന്റെ ജാതകം മാറാ. ഈ രാത്രി നിന്റെ നക്ഷത്ര മാറാ. യേശുവിന്റെ അടുക്കലേക്ക് വാ. യേശുവിന്റെ അടുക്കലേക്ക് വാ. യേശുവിന്റെ അടുക്കലേക്ക് വാ. യേശു പറയാം, എൻ്റെ അടുക്ക കൊണ്ടുവാ. അവൻ്റെ ചന്ദ്രരോഗം ഞാൻ മാറ്റട്ടെ, തർക്കങ്ങൾ നിൽക്കട്ടെ, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവാ എന്ന് പറയുക. സ്തോത്ര സ്തോത്ര സ്തോത്ര. ആമേ. ഇന്ന് രാത്രി യേശു അരികെ വിളിക്കുന്നു. ആമേ. മൂന്നാമതായി യേശു പറയുകയാണ്, ആമേ, എൻ്റെ അടുക്കൽ കൊണ്ടുവാ. എന്തിനാണ് യേശു അടുക്കൽ വിളിക്കുന്നത്? ഈ രാത്രി ഞാൻ ഉറപ്പായി പറയുന്നു, യേശു ഇതിനകത്ത് ചിലരെ അടുക്കൽ വിളിക്കുന്നു. യേശു ഇതിനകത്ത് ചിലരെ അടുക്കൽ വിളിക്കുന്നു. എന്തിനാണ് അടുക്കൽ വിളിക്കുന്നത്? ഒന്ന്, നാം മത്തായി സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 18-ാം അധ്യായം, മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. 1-ാം വാക്യത്തിൽ ആ നാഴികയിൽ യേശുവിന്റെ ശിഷ്യന്മാർ അടുക്ക വന്നിട്ട് യേശുവിന്റെ അടുക്കൽ ചോദിച്ചോ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണെന്ന് ചോദിച്ചോ. യേശു പെട്ടെന്ന് 2-ാം വാക്യം, അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ചോ. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ചോ. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ചോ. എന്തിനാ യേശുവെ ആ ശിശുവിനെ അടുക്ക വിളിച്ചത്? അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അവരുടെ നടുവിൽ നിർത്തി. എന്തിനാണ് യേശു അരികെ വിളിച്ചത്? നടുവിൽ നിർത്താനാണ്. ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ട്, യേശു നിന്നെ അടുക്കൽ വിളിക്കുന്നത് നിന്നെ മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്താനല്ല, നിന്നെ പുറമ്പോക്കി കൊണ്ടുപോയി കിടത്താനല്ല, നിന്നെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി താക്കാനല്ല. യേശു അവനെ വിളിച്ചോ. യേശു ഒരു ശിശുവിനെ അരികെ വിളിച്ചോ. അവനെ നടുവിൽ നിർത്തി. നിന്റെ കുടുംബക്കാർ നിന്നെ ഒഴിച്ചു നിർത്തിയേക്കാ, നിന്റെ നാട്ടുകാർ നിന്നെ മാറ്റി നിർത്തിയേക്കാ, നിന്റെ ടീച്ചേഴ്സ് നിന്നെ ഒതുക്കി നിർത്തിയേക്കാ, നിന്റെ കമ്മ്യൂണിറ്റി നിന്നെ തള്ളി നിർത്തിയേക്കാ, നിന്റെ കുടുംബത്തിലെ കല്യാണത്തിന് നിന്നെ 4 ആൾ അറിയാതെ അപ്പുറത്ത് കൊണ്ട് നിർത്തിയേക്കാ. എന്നാൽ ഈ രാത്രി യേശു വിളിക്കുക, അവരുടെ നടുവിൽ നിർത്താൻ. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് കയറി ചെല്ലാമോ? ആമേ, ആമേ. യേശു നിന്നെ പുറകിൽ ഇനി ഇരുത്താൻ താല്പര്യമില്ല. യേശുവിന് നിന്നെ പുറകിൽ ഇരുത്താൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് കയറി വരാ. അവന്റെ അടുക്കലേക്ക് വിളിച്ചോ. ഒരു ശിശുവിനെ അടുക്കലേക്ക് വിളിച്ചോ. എന്നിട്ട് അവരുടെ നടുവിൽ നിർത്തി. അവരുടെ നടുവിൽ നിർത്തി. അവരുടെ നടുവിൽ നിർത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാരൊക്കെ പിടിച്ച് നടുവിൽ നിർത്തോ. സ്തോത്ര. നമുക്കറിയാം, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ തുടങ്ങിയപ്പോൾ അവനെ നടുവിൽ നിർത്തി. എന്നിട്ട് നല്ല 1-ാം തരം പണി അവന് കൊടുത്തോ. സ്തോത്ര. മനുഷ്യൻ വിളിച്ച് പലപ്പോഴും നടുവിൽ നിർത്തുന്നത് എന്തിനായിരിക്കും അറിയാവോ? നല്ല 8ന്റെ പണി തരാനായിരിക്കും. പക്ഷേ ഈ എന്റെ കർത്താവ് ഒരുത്തനെ വിളിച്ച് നടുവിൽ നിർത്തുന്നത് അവന്റെ മത്സ്യ നന്മകളുടെ അടയാളങ്ങൾ വയ്ക്കാനാ. ഈ രാത്രികാല നീ സമൂഹത്തിൽ ഒതുക്കപ്പെട്ടവനാകട്ടെ, കുടുംബത്തിൽ ഒതുക്കപ്പെട്ടവനായിരിക്കട്ടെ, ദേശത്തിൽ ഒതുക്കപ്പെട്ടവനായിരിക്കട്ടെ, ചാർച്ചക്കാരുടെ ഇടയിൽ ഒതുക്കപ്പെട്ടവനായിരിക്കട്ടെ, പഠിത്തമുള്ളവർ നിന്നെ ഒതുക്കി കണ്ടേക്കാ, പണമുള്ളവർ നിന്നെ ഒതുക്കിയേക്കാ, സൊസൈറ്റിയിൽ പവറുള്ളവർ നിന്നെ ഒതുക്കിയേക്കാ, അധികാരമുള്ളവർ നിന്നെ ഒതുക്കിയേക്കാ, കാഴ്ചയിൽ നല്ല മഹത്വമുള്ളവർ നിന്നെ ഒതുക്കിയേക്കാ, തങ്ങളുടെ സിംഹാസനങ്ങൾ വിട്ടുപോകുമെന്ന് പറഞ്ഞ് നിന്നെ ചിലർ ഒതുക്കിയേക്കാ. പക്ഷെ ഈ രാത്രി നിന്നെ അരികെ വിളിക്കുന്നത്, നിന്നെ ദൈവം അടുക്കൽ വിളിക്കുന്നത് നിന്നെ ഒതുക്കാനല്ല, പകരം നിന്നെ നിർത്താനാ. നടുവിൽ നിർത്താൻ. യെസ്, യേശു നടുവിൽ നിർത്താൻ പലരെയും വിളിക്കുക. ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ നടുവിൽ നിർത്താൻ ഒരുത്തനെ വിളിച്ച നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരുത്തനെ നോക്കിയായിരിക്കും നടുവിൽ നിർത്താൻ വിളിക്കുന്നത്. പക്ഷേ കർത്താവ് അവിടെ നോക്കിയതിൽ ഏറ്റവും ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടോ. ആ കൊച്ചു കുഞ്ഞിനെ വിളിച്ചിട്ട് യേശു നടുവിൽ നിർത്തി. മറ്റൊരു ദിവസം യേശു ശബത്തിൽ ചെന്നോ. ആ ശബത്തിൽ ചെന്നപ്പോൾ എല്ലാവരും യേശുവിനെ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ സ്തോത്ര, യേശു ഒരു മനുഷ്യനെ വിളിച്ച് നടുവിൽ നിർത്തി.
നിർത്തി. ആരായിരിക്കും ആ മനുഷ്യനെന്നറിയാമോ? സ്തോത്ര, അവൻ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും നടുവിൽ നിൽക്കാൻ ആഗ്രഹിക്കത്തില്ല. വരണ്ട കൈയുള്ള മനുഷ്യൻ എപ്പോഴും പുറകെ നിൽക്കാനേ ആഗ്രഹിക്കത്തുള്ളൂ. സാമ്പത്തികമായി വരണ്ട കൈ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മുമ്പിൽ പോയി നിൽക്കുവോ? നിങ്ങൾ സമൂഹത്തിൽ പറയും, ഓ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ കൈ വരണ്ടതാ, നമുക്കൊരിച്ചിരി പുറകിലേക്ക് നിന്നേക്കാം. ഇന്ന് രാത്രികാല വരണ്ട കൈ, ശാരീരികമായി വരണ്ട കൈ, വികൃതമായ കൈ, മെഷീനകത്ത് കയറിയതായിരിക്കാം, കഷ്ടപ്പാട് കൊണ്ട് തഴമ്പിച്ചതായിരിക്കാം, വെയിലിന്റെ കരിവാളിച്ച കൊണ്ട് ഇരുണ്ടതായിരിക്കാം, എവിടെയോ വരണ്ടുപോയ കൈ. ആ വരണ്ടുപോയ കൈയെ മറച്ചുകൊണ്ട് ആ മനുഷ്യൻ എവിടെയോ ഒരിടത്ത് ഒതുങ്ങി കൂടി ഇരുന്നപ്പോ യേശു പറഞ്ഞു, എനിക്ക് നിന്നെയാ വേണ്ടിയത്. യേശുവിന് നടുവിൽ നിർത്താൻ പുഷ്ടിയുള്ള കരമല്ല വേണ്ടിയത്, സിക്സ് പാക്ക് ഉള്ള കൈയല്ല കർത്താവിന് വേണ്ടിയത്. ഒരു വരണ്ട കൈ അന്വേഷിക്കുകയാ നടുവിൽ നിർത്താൻ. ഈ ചർച്ചിനകത്ത്, ഈ ദൈവജനത്തിനകത്ത് ദൈവം ഒരുത്തരെ അന്വേഷിക്കുകയാ. വരണ്ട കൈയുള്ള മനുഷ്യനെ, 5 വിരലിലും മോതിരമിട്ട സർവന് ശക്തനായവനെ അല്ല, നല്ലതായി നെയ്പ് മാനിക്യൂറും പെഡിക്യൂറും ചെയ്ത് മനോഹരമായി വെച്ചിരിക്കുന്ന കൈകൾ ഉള്ളവനെ അല്ല, നല്ല നീളമുള്ള വിരലുകൾ ഉള്ളവനെ അല്ല. പകരം യേശു തരികയാണ്, വരണ്ട കൈയുള്ള ഒരുത്തൻ ഇതിനകത്തുണ്ടോ, എനിക്ക് അവനെ വേണോ, അവനെ നടുവിൽ നിർത്താൻ, നടുവിൽ നിർത്താൻ. ഈ രാത്രി ദൈവത്തിന്റെ വചനവുമായി ഞാൻ ഈ അനുഗ്രഹീത പ്ലാറ്റ്ഫോമിൽ, അർഹമല്ലാത്ത പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോ, എന്താ എന്റെ യേശുവിനെ വിളിക്കാൻ യോഗ്യത, എന്താ എന്റെ യേശുവിനെ അടുക്ക വിളിക്കാൻ യോഗ്യത? ഈ രാത്രി ഞാൻ പറയോ, ഞാനൊരു വരണ്ട കൈയുള്ള മനുഷ്യനാണ്, ഞാനൊരു വരണ്ട കൈയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് എന്റെ യേശുവിനെ നടുവിൽ വിളിച്ചു നിർത്തിയത്. അമ്മ, തമ്പുരാൻ നടുവിൽ വിളിച്ച് നിർത്തിയെന്ന് മാത്രമല്ല, അടുത്ത വേറൊരു പരിപാടി കൂടെ കാണിച്ചു, ഭയങ്കരമായി പോയി. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 6:8, വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞു. പാവപ്പെട്ടവൻ എഴുന്നേറ്റ് നടുവിൽ നിന്നു. 10-ാം വാക്യം, അവൻ ആ നടുവിൽ നിന്നപ്പോ എങ്ങനെയായിരിക്കും നിന്നേന്നറിയാവോ? കൈയൊക്കെ മറച്ചു വെച്ച്, ഇങ്ങനെ തലയൊക്കെ കുനിച്ച് സങ്കടത്തോടുകൂടി അവൻ നിന്ന് കാണും. സ്തോത്രം. 10-ാം വാക്യം, യേശു അവരെ എല്ലാരെയും ഒന്ന് ചുറ്റും നോക്കി, മിടുക്കന്മാരെല്ലാം അവിടെ ഇരിപ്പുണ്ടോ എന്നൊന്നും കൂടെ നോക്കി. എന്നിട്ട് വരണ്ട കൈയുള്ള മനുഷ്യന്റെ അടുക്ക പറഞ്ഞു, കൈയൊന്ന് നീട്ടിയേക്കാൻ പറഞ്ഞു. വരണ്ട കൈയെ നീട്ടുമാറാക്കുന്ന ദൈവം, വരണ്ട കൈയെ നീട്ടുമാറാക്കുന്ന ദൈവം, വരണ്ട കൈയെ നീട്ടുമാറാക്കുന്ന ദൈവം. യേശു അടുക്കൽ വിളിക്കുക, നിന്നെ നടുവിൽ നിർത്താൻ, കുറുകിപ്പോയതിനെ നീട്ടിയെടുക്കുവാൻ. ഈ രാത്രി വിശ്വസിക്കുക ദൈവ പൈതലേ, ദൈവം നിന്നെ അടുക്ക വിളിക്കുക. സുവിശേഷ ഘോഷണത്തിൽ നീ നടുവിൽ നിൽക്കാൻ, കർത്താവിന്റെ യുദ്ധക്കളത്തിൽ നടുവിൽ നിൽക്കാൻ, ചില ദൈവ പ്രവർത്തികളുടെ നടുവിൽ നിൽക്കാൻ, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി നടുവിൽ നിൽക്കാൻ, ആത്മാക്കളുടെ ആദായത്തിന് വേണ്ടി നടുവിൽ നിൽക്കാൻ. നീ നടുവിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവനാ. നീ പുറകെ നിൽക്കാൻ വിളിക്കപ്പെട്ടവനല്ല. നീ വശങ്ങളിൽ ഒതുക്കപ്പെടാൻ വിളിക്കപ്പെട്ടവനല്ല. നീ നടുവിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവനാ. അതാ കർത്താവ് അവനെ വിളിച്ചത്. യേശു ശിശുവിനെ അരികെ വിളിച്ചു, എന്നിട്ട് നടുവിൽ നിർത്തി. ഇന്ന് രാത്രി അടുക്ക വരാമോ? യേശുവിൻ്റെ അടുക്ക വരാമോ? അവൻ നിന്നെ ഒതുക്കി നിർത്തത്തില്ല, അവൻ നിന്നെ അകറ്റി നിർത്തത്തില്ല, അവൻ നിന്നെ താഴ്ത്തി നിർത്തത്തില്ല. അവൻ നിന്നെ നടുവിൽ നിർത്തും, വരേണ്ടതിനെ നീട്ടുമാറാക്കും. ഈ രാത്രി കർത്താവ് തിരയുകയാ വരണ്ട കൈകളെ. ഈ രാത്രി കർത്താവ് തിരയുകയാ ഉണങ്ങിപ്പോയ വൃക്ഷങ്ങളെ. ഈ രാത്രി കർത്താവ് തിരയുകയാ ഉടഞ്ഞുപോയ പാത്രങ്ങളെ. ഈ രാത്രി കർത്താവ് തിരയുകയാ ചില കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആയിപ്പോയവരെ. എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി? നടുക്ക് നിർത്താൻ, നടുക്ക് നിർത്താൻ. കർത്താവ് കുറെ കാലമായിട്ട് കാണുകയാ മനുഷ്യന് സമൂഹവും നിന്നെ ചവിട്ടി ഒതുക്കുന്നത്. സ്വർഗത്തിനൊരു പദ്ധതി ഉണ്ടായി. ഇനി ഇവനെ ഇങ്ങനെ ഒതുക്കാൻ പറ്റത്തില്ല. സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയാ, അവനെ നടുവിൽ നിർത്ത. അതിനാ കർത്താവ് ഇന്ന് നിന്നെ അരികെ വിളിക്കുന്നത്. ഈ 40 ദിന പ്രാർത്ഥനകളിൽ രാവും പകലും പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താ? നിന്നെ രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ 40 ദിവസത്തെ പ്രാർത്ഥനകളുടെ അന്ത്യസമയത്തേക്ക് വരുമ്പോൾ ഇതുവരെ ദൈവം നിന്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞോ? നീ ഏതെങ്കിലും മലയ്ക്ക് പോകാൻ പറഞ്ഞോ? നീ എവിടെയെങ്കിലും പോയി ഉരുളാൻ പറഞ്ഞോ? നീ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചുമ്മിക്കൊണ്ട് വരാൻ പറഞ്ഞോ? ഒന്നും കർത്താവ് നിന്നോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പകരം ഒന്ന് മാത്രം ഈ രാത്രി പിന്നെയും പിന്നെയും ആവർത്തിച്ച് കർത്താവ് പറയുക, എന്റെ അടുക്ക വാ കുഞ്ഞേ, ഞാൻ നിന്നെ ഒന്ന് നടുക്ക് നിർത്തട്ടെ. എന്റെ അടുക്കൽ വാ കുഞ്ഞേ,
ഞാൻ നിന്നെ ഒന്ന് നടുക്ക് നിർത്തട്ടെ. അടുക്കൽ വിളിച്ച് നടുക്ക് നിർത്തുന്ന ദൈവം. അടുക്കൽ വിളിച്ച് നടുക്ക് നിർത്തുന്ന ദൈവം. അടുക്കൽ വിളിച്ച് നടുക്ക് നിർത്തുന്ന ദൈവം. അത്ര നല്ലവനാം പറയണേ. ഇത്തരയിൽ രുചിച്ചറിവാൻ. ഹല്ലേലൂയ. ആമേൻ. യേശു വിളിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒരട്ട. ആമേൻ. അത് മാത്രമല്ല, ഈ ശിഷ്യന്മാർ ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണെന്ന്. കർത്താവ് ഇവനെ നടുവിൽ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, ദേ ഇതുപോലിരിക്കും. നിന്നെ ഒരു അടയാളമാക്കാൻ, നിന്നെ ഒരു എക്സാമ്പിൾ ആക്കാൻ. അതിനാ ദൈവം അടുക്കൽ വിളിക്കുന്നത്. ആമേൻ. ദൈവത്തെ ഒരുവൻ അനുഗമിച്ചാൽ, ദൈവത്തെ ഒരുവൻ വിശ്വസിച്ചാൽ, ദൈവസന്നിധിയിൽ ഒരുത്തം പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ച് പാപങ്ങളെ വെറുത്താൽ, ദൈവം അവനെ എന്തോ ചെയ്യുന്നു, ദൈവം അവനെ എന്തോ ചെയ്യുന്നു നാട്ടി കാണിക്കാൻ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. അതിനാ ദൈവം നിന്നെ അടുക്കൽ വിളിക്കുന്നത്. യഹോവ ഭക്തനായ പുരുഷൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? ദൈവം നിന്നെ പിടിച്ച് നടുവെ നിർത്തിയിട്ട് പറയും, യഹോവ പുരുഷനായ മനുഷ്യൻ ദേ ഇതുപോലെ അനുഗ്രഹിക്കപ്പെടോ. യെസ്, നിന്നെ ഒരു അടയാളമാക്കാൻ, നിന്നെ ഒരു മാർക്കാക്കാൻ, നിന്നെ ഒരു എക്സാമ്പിൾ ആക്കാൻ, നിന്നെ ഒരു കുറി കൊള്ളത്തക്കവണ്ണോ, നിന്നെ കുറിക്ക് കൊള്ളത്തക്കവണ്ണോ, നിന്നെ ഒന്ന് കാണത്തക്കവണ്ണോ, നിന്നെ ഒരു അടയാളമാക്കി തീർക്കാൻ. യെസ്. ശിശുവിനെ വിളിച്ച് നടുവിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇതുപോലിരിക്കണം, ഇതുപോലിരിക്കണം. നിന്റെ കാണിച്ചിട്ട് ദൈവം മറ്റുള്ളവരുടെ പറയട്ടെ, ഇതുപോലിരിക്കണം. കഷ്ടം വന്നാലും ദേ ഇതുപോലിരിക്കണം, നിന്ന വന്നാലും ദേ ഇതുപോലിരിക്കണം, പണമില്ലെങ്കിലും ദേ ഇതുപോലിരിക്കണം, എല്ലാവരും തള്ളി പറഞ്ഞാലും ദേ ഇതുപോലിരിക്കണം, സകലവനും പ്രാഗിയാലും ദേ ഇതുപോലിരിക്കണം, തലകുത്തി ലോകം മൊത്തം പറഞ്ഞാലും ദേ ഇതുപോലിരിക്കണം, വേണ്ടപ്പെട്ടവരെല്ലാം തള്ളിക്കളഞ്ഞാലും ദേ ഇതുപോലിരിക്കണം, ഇതുപോലിരിക്കണം, ഇതുപോലിരിക്കണം. ഇതുപോലിരിക്കണം. അത് എന്നിലും നിന്നിലും കൂടെ ദൈവം കാണിക്കാൻ ആഗ്രഹിക്കുക. അതിനാ കർത്താവ് പറഞ്ഞ്, ഇങ്ങോട്ടൊന്ന് കയറി വാ, ഇങ്ങോട്ടൊന്ന് കയറി വാ. ബി ക്ലോസർ ടു ജീസസ്. യേശുവിൻ്റെ അടുക്കലേക്ക്. ജീസസ്. ആമേൻ. ആമേൻ. അടുത്തതായി എന്തിനാണ് യേശു അരികെ വിളിക്കുന്നത്? അടുത്ത ഭാഗത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മർക്കോസ് 10:14, യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്ന് പറഞ്ഞു. യേശു അവിടെ പറയുകയാണ്, മുമ്പേ ഒരു ശിശുവിനെ പിടിച്ച് നടുക്ക് നിർത്തി. ഇപ്പൊ പിന്നെയും യേശു പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവീൻ എന്ന് പറയുകയാണ്. യേശു പറയുക, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവീൻ. ഒരു ഭാഗത്ത് പറയുന്നത് യേശു തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പൊ യേശുവിൻ്റെ അടുക്കൽ എന്തിനാ കൊണ്ടുവന്നതെന്ന് അറിയാമോ? ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടാൻ വേണ്ടിയാ. അവനെ തൊട്ടാലും അവൻ തൊട്ടാലും അത്ഭുതം നടക്കും. അപ്പോൾ ഒന്ന് ഒരു ടച്ചിന് വേണ്ടിയാണ് ശിശുക്കളെ കൊണ്ടുവന്നത്. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, ഇവിടെ തിരക്ക്, ഭയങ്കര തിരക്ക്, ഇതിനിടയ്ക്ക് ഇത്രയും പേരുടെ തല കൈവെക്കാൻ സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു. യേശു പറഞ്ഞു, അവരെ ഇങ്ങനെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. യേശു അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു യേശു. എന്തിനാ യേശു അവരെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞത്? എടാ തൊടാൻ വേണ്ടിയല്ലടാ, ഒന്ന് തൊട്ടുവിട്ടേക്കടാ. അതിനാന്നോ യേശു പറഞ്ഞേ? നോ. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവാ, കുഞ്ഞിനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ പറയുന്നത്, പിന്നെ അവൻ അവരെ അണച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. മലയാളത്തിൽ അണച്ചു, കൈവച്ചു എന്നാ പറയുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ യഥാർത്ഥ പരിഭാഷയിലേക്ക് വരുമ്പോൾ, and he took them up in his arms, and he took them up in his arms and put his hands upon them എന്ന് പറഞ്ഞാൽ, യേശു ആ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയായി എടുത്ത് തൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് യേശുവിൻ്റെ കൈ വെച്ച് അവരുടെ മേളിൽ വെച്ചു. അപ്പൊ താഴെ യേശുവിൻ്റെ കരം, മുകളിൽ യേശുവിൻ്റെ കരം. എന്തിനാ യേശു കുഞ്ഞുങ്ങളെ അരികെ വിളിച്ചത്? And he took them up in his hands. യേശു എടുത്ത് താങ്ങി. 2, യേശു അവരുടെ മേൽ കൈവച്ചു. സുരക്ഷിതമാക്കാൻ, സുരക്ഷിതമാക്കാൻ, മുകളിലും താഴെയും നിന്റെ കൈവെക്കാൻ, മുകളിലും താഴെയും നിന്റെ കൈവെക്കാൻ, നീ താഴാതെ വേണം നിന്നെ താങ്ങാൻ, മുകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നിന്റെ നേരെ പതിയാതിരിക്കാൻ യേശു ശിശുക്കളെ തന്റെ കരങ്ങളിൽ എടുത്തു. Amen. He took them in his hands and put his hands upon them. Hallelujah. മനോഹരമായിട്ട്
സുരക്ഷിതമായിട്ട് പൊന്നുപോലെ അവരെ സംരക്ഷിക്കാം. യെസ്, യേശു അവരെ അണച്ചു. took them in his hands and put his hands upon them. അതിനുശേഷം and blessed them. യേശു പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവരെന്താ ആഗ്രഹിച്ചെന്നറിയാമോ? യേശു ഇങ്ങനെ ഒന്ന് തൊട്ടുവിടാനാണ് യേശു ആഗ്രഹിച്ചേ. പക്ഷെ യേശു എന്താ ചെയ്തെന്നറിയാമോ? യേശു എടുത്തു, കൈവച്ചു. താഴെ യേശുവിൻ്റെ കരം, മുകളിൽ യേശുവിൻ്റെ കരം. യേശുവിന് നിങ്ങളെ ഇങ്ങനെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. യേശുവിന് നിങ്ങളുടെ കുടുംബങ്ങളെ ഇങ്ങനെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. യേശുവിന് നിങ്ങളുടെ ശുശ്രൂഷകളെ ഇങ്ങനെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. യേശുവിൻ്റെ കരത്തിനകത്ത് വെച്ചിട്ട് യേശുവിൻ്റെ കരം അതിൻ്റെ മുകളിലേക്ക് വെക്കുക. യേശു പറഞ്ഞു ഇങ്ങനെ എൻ്റെ അടുക്കലോട്ട് എൻ്റെ അടുക്കലോട്ട് കൊണ്ടുപോവാ. ഹല്ലേലൂയ. എന്നിട്ട് യേശു അവരെ അനുഗ്രഹിച്ചു. ഇതിൻ്റെ ഒരു ഭാഗം നാം കാണുമ്പോൾ ഒരു സംരക്ഷണമാണ്. പക്ഷെ ഇതിൻ്റെ ഈ ഒരു ഫീല് നമുക്ക് ഇതെന്താണെന്ന് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു പോകണം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ വൃദ്ധനായ യാക്കോബിന്റെ അടുക്കൽ യോസെഫ് കടന്നു ചെല്ലുകയാണ്. സ്തോത്രം. ഈ യോസെഫിന്റെ അടുക്കൽ യാക്കോബ് ഇങ്ങനെ സംസാരിക്കുക. യാക്കോബ് സംസാരിക്കുമ്പോൾ യോസെഫിന്റെ അടുക്ക് പറഞ്ഞു, യോസെഫ്, നിനക്കിപ്പോൾ 2 മക്കളുണ്ട്, എഫ്രൈമും മനശ്ശെയും. അവർ രണ്ടുപേരും നിന്റെ മക്കളെന്നല്ല, അവരാരെന്ന് വിളിക്കപ്പെടണം? എന്റെ മക്കളെന്ന് വിളിക്കപ്പെടണം. ഇനി ആരെങ്കിലും നിനക്ക് മക്കളുണ്ടായാൽ അവരെ നിന്റെ മക്കളെന്ന് വിളിച്ചോ. എഫ്രൈമും മനശ്ശെയും അവർ എനിക്ക് ഉള്ളവരായിരിക്കട്ടെ എന്ന് പറയുകയാണ്. രൂബേനെ പോലെ ശിമയോനെ പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷമായിട്ട് സ്തോത്രം, ഈ കാഴ്ചക്കുറവുള്ളതായ ഈ പിതാവിന്റെ അടുക്കൽ യോസെഫ് ഈ 2 മക്കളെയും കൊണ്ടു നിർത്തി. സ്തോത്രം. അതിന് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 48-ാം അധ്യായം 9-ാം വാക്യം, ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസഫ് അപ്പനോട് പറഞ്ഞു. ഇത് സ്തോത്രം, യാക്കോബ് ഇങ്ങനെ അരണ്ട വെളിച്ചത്തിൽ കാണുകയാണ്. 2 ബാലന്മാർ, രണ്ട് കൗമാരക്കാർ, അല്ലെങ്കിൽ 2 മക്കൾ യോസെഫിന്റെ അടുത്ത് നിൽക്കുന്നു. യാക്കോബ് ചോദിച്ചു, അത് ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. എൻ്റെ മക്കളാ. ഞാൻ ഇവരെ കുറിച്ചല്ലേ വാഗ്ദത്തം പറഞ്ഞത്? ഇവരല്ലയോ രൂബേനെ പോലെ ശിമയോനെ പോലെ എനിക്കുള്ളവരായിരിക്കും എന്ന് പറഞ്ഞത്. അടുത്തത് യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. യാക്കോബ് യോസെഫിന്റെ മക്കളെ കണ്ടപ്പം പറഞ്ഞു, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന്. ഇത് പിന്നീട് റിപ്പീറ്റ് ചെയ്തത് ആരാണെന്നറിയാമോ? യഹൂദന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി കടന്നു വന്നപ്പോൾ യേശു പറയാ, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. റിപ്പീറ്റേഷൻ ഓഫ് ജേക്കബ്. യാക്കോബ് ജോസഫിന്റെ അടുക്കൽ അവന്റെ മക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞതുപോലെ യേശു ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പറയുക, അവരെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക, ഒരപ്പന്റെ വാത്സല്യത്തോടെ. സ്തോത്ര. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. യാക്കോബ് പറഞ്ഞു, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഇസ്രായേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണാൻ വഹിയാതിരുന്നു. അവരെ അടുക്കൽ കൊണ്ടു ചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ചു, ആലിംഗനം ചെയ്തു. സ്തോത്ര. അതിനുശേഷമായിട്ട് ദൈവം അവരെ യാക്കോബ് അവരെ അനുഗ്രഹിക്കുന്നത് നമുക്ക് 14 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ കാണാം. അവിടെ പറയുകയാണ്, എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അടുക്കൽ വാ, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളുടെ കുസൃതി സഹിക്കാൻ കഴിയാതെ വരുമ്പോ പറയും, ഇങ്ങ വാ, നിനക്ക് ഞാൻ 2 എണ്ണം തരുന്നുണ്ടെന്ന് പറയാ. പക്ഷെ യേശു പറഞ്ഞു, അവരെ ഇങ്ങനെ അടുക്ക കൊണ്ടുവാ, 2 എണ്ണം ഞാൻ കൊടുക്കട്ടെ എന്നല്ല പറഞ്ഞത്. പകരം എന്താ പറഞ്ഞത്? ഞാൻ അവരെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി യേശു പറയാ, ഇങ്ങനെ അടുക്ക കൊണ്ടുവാ, എൻ്റെ അടുക്ക കൊണ്ടുവാ. 2 എണ്ണം തരാനല്ല, പകരമായിട്ട് എൻ്റെ കയ്യിൽ അവരെ ഒന്ന് വാരി എടുത്തിട്ട് അവരുടെ മുകളിൽ എൻ്റെ കൈ ഒന്ന് വെച്ചിട്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെച്ചിട്ട് അവരെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. നീ ഇനി വാലല്ല, നീ തലയാണെന്ന് ഞാൻ അവനോടൊന്ന് പറയട്ടെ. നീ താഴ്ച പ്രാപിക്കത്തില്ല, നീ ഉയർച്ച പ്രാപിക്കുമെന്ന് പറയട്ടെ. നീ ഇനി അലഞ്ഞു തിരിയത്തില്ല, നീ ഉയർത്തപ്പെടുമെന്ന് ഞാനൊന്ന് പറയട്ടെ. നീ മാനിക്കപ്പെടുമെന്ന് പറയട്ടെ. മനുഷ്യൻ പറഞ്ഞ പ്രാക്കിന് മീതെ, ദേശം പറഞ്ഞ ശാപത്തിന് മീതെ, പാരമ്പര്യം കെട്ടിവെച്ച സകല ദോഷങ്ങൾക്ക് മീതെ ഞാൻ അവനെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. എന്റെ അടുക്കൽ കൊണ്ടുവാ. ആരാധനയ്ക്കൊക്കെ വരുമ്പോ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവരണോ? കാരണം യേശുവിന് ആഗ്രഹമാ, അവരെ എൻ്റെ അടുക്കലൊന്ന് കൊണ്ടുവാ, അവരെ എൻ്റെ അടുക്കലൊന്ന് കൊണ്ടുവാ. ഞാൻ അവരുടെ മേലൊന്ന് കൈവെക്കട്ടെ, അവരെ ഞാൻ എൻ്റെ കൈകളിലൊന്ന് എടുക്കട്ടെ, ഞാൻ അവരെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശു പറയാ, എൻ്റെ അടുക്കലൊന്ന് കൊണ്ടുവാ, എൻ്റെ അടുക്കലൊന്ന് കൊണ്ടുവാ, എൻ്റെ അടുക്കലൊന്ന് കൊണ്ടുവാ. ട്യൂഷൻ ക്ലാസ്സിൽ മാത്രം കൊണ്ടിരുത്താതിരിക്കുക, അതിനുശേഷം സ്കേറ്റിങ്ങിന് കോച്ചിങ്ങിന് മാത്രം കൊണ്ടുവിടാതിരിക്കുക.
ക്രിക്കറ്റിന്, അതിനുശേഷം ടെന്നീസിന്, അതിനുശേഷം പിന്നെ ഏതൊക്കെയോ ആപ്ലിക്കേഷനുകൾക്ക്, അതിനുശേഷം ഏതൊക്കെയോ മൈൻഡ് പവർ കൂട്ടുന്ന ഏതോ സാധനങ്ങൾക്ക്. ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുഞ്ഞുങ്ങൾക്ക് ഷെഡ്യൂളാ. രാവിലെ ഉറക്കപ്പായ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ ചവിട്ടി എഴുന്നേപ്പിക്കും. എഴുന്നേറ സ്കൂളിൽ പോണോ, രാത്രി ഉറക്കം വന്നാലും പറയും കിടക്കരുത്, തന്നെ അവിടെ പോണോ. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ടിഫിൻ ബോക്സും ബാഗും എടുത്ത് മാറ്റി വെച്ചിട്ട് പറയും എളുപ്പം ഡ്രസ്സ് മാറിയിട്ട് വാ, അടുത്ത കോച്ചിങ്ങിന് പോണോ. കോച്ചിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയാ അടുത്ത മാറ്, വീണ്ടും ഓൺലൈൻ ക്ലാസ് തുടങ്ങുക, അവിടെ പോയിരിക്കുക. അമ്മേ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മക്കളെ കുളിച്ചിട്ട് വാ, യേശുവിന്റെ അടുക്കൽ കുറച്ചു നേരം പോയിരിക്കുക. ഇന്ന് രാത്രി നിന്റെ തലമുറകളെ നോക്കി യേശു പറയാ എന്റെ അടുക്കൽ കൊണ്ടുവാ, എന്റെ അടുക്കൽ കൊണ്ടുവാ, എന്റെ അടുക്കൽ കൊണ്ടുവാ. ഈ രാത്രി ദൈവം നിങ്ങളോട് പറയാ നിന്റെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവാ, നിന്റെ കുടുംബത്തെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവാ. അവൻ കാര്യം വെച്ച് അനുഗ്രഹിക്കുക. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവരെ ഒരുക്കി നല്ല ഉടുപ്പ് നിക്കറും ഒക്കെ ഇടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ അമ്മമാര് പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് കുസൃതി കാണിക്കാതെ നീ മുമ്പിൽ പോയിരുന്ന ദൈവവചനം കേട്ടോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവരെ യേശുവിന്റെ അടുക്കലേക്ക് വിട്ടതാ. ഇന്ന് രാത്രി ആത്മ കണ്ണുകളിൽ കണ്ടാട്ട് ഈ കുഞ്ഞുങ്ങളെ യേശു കയ്യിലെടുത്തിട്ട് ആ കൈവച്ചങ്ങ് അണച്ചു പിടിച്ചിട്ട് അവരെ അനുഗ്രഹിക്കുകയാ. നീ അനുഗ്രഹിക്കപ്പെടോ. യഹൂദയെ പോലെ, ദാവീദിനെ പോലെ, എലിയാവിനെ പോലെ, പ്രവാചകനെ പോലെ, രാജാക്കന്മാരെ പോലെ, പുരോഹിതന്മാർ. ഫയർ കരങ്ങളിൽ എടുക്കുന്ന ദൈവകര, ഏന്തുന്ന ദൈവകര, ഉയർത്തുന്ന ദൈവകര, അണയ്ക്കുന്ന ദൈവകര. ദൈവത്തിന്റെ കര ശാപങ്ങളെ മാറ്റുക, ശാപങ്ങളെ മാറ്റുക. അനുഗ്രഹിക്കുന്ന ദൈവകര യേശുവിന്റെ അടുക്കലേക്ക് കയറിക്കോ, കയറിക്കോ, കയറിക്കോ. ബി ക്ലോസർ. യെസ്, യെസ്. ട്യൂഷന് വിട്ട മണ്ടയ്ക്കകം നിറയ്ക്കാം, ട്യൂഷന് വിട്ടാൽ തലയ്ക്കകം നിറയ്ക്കാം. പക്ഷെ ദൈവസന്നിധി കൊണ്ടുവന്ന തലയ്ക്ക് മീതെ നിറയ്ക്കാം. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ. തലയ്ക്കകത്തെന്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവ സന്നിധിയിൽ വന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: തങ്ക കിരീടത്തെ നീ അവന്റെ തലമേൽ അണിയിക്കുന്നു, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേൽക്കുന്നു. ബ്രിങ് ടു ജീസസ്. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവാ. യേശു പറയാ എന്റെ അടുക്കൽ കൊണ്ടുവാ, എന്റെ അടുക്കൽ കൊണ്ടുവാ. ഞാൻ കയ്യിലൊന്നെടുക്കട്ടെ, ഞാൻ കയ്യിലൊന്നെടുക്കട്ടെ. റപ്പനല്ലേ ഞാൻ, കയ്യിലെടുക്കട്ടെ. എൻ്റെ കൈ അവരുടെ മേലൊന്ന് വെക്കട്ടെ. ഞാനവരെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. സകല ശാപവും മാറട്ടെ, സകല ദോഷവും മാറട്ടെ, സകല തിന്മയും മാറട്ടെ. അവർ വാലാകരുത്, അവർ തലയാകണം. അവർ കടം വാങ്ങരുത്, അവർ വായ്പ കൊടുക്കണം. അവർ ഇരക്കരുത്, അവർ അനുഗ്രഹിക്കപ്പെടണം. അവർ പാപികളാകരുത്, അവർ വിശുദ്ധരാകണം. അവർ നരകത്തിൽ പോകരുത്, അവർ സ്വർഗത്തിൽ വരണം. ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അടുക്ക കൊണ്ടുവാ, എൻ്റെ അടുക്ക കൊണ്ടുവാ. യേശു ശിശുക്കളെ കണ്ടു, തൻ്റെ അരികെ വിളിച്ചു, അവരെ കരങ്ങളിൽ എടുത്തു, അവരുടെ മീതെ തൻ്റെ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. അടുക്ക വിളിക്കുന്നത് അനുഗ്രഹിക്കാനാ. ഇന്ന് പകൽ ഈ സന്ധ്യയിൽ പറഞ്ഞാട്ടെ, അടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്ന ദൈവം, അടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്ന ദൈവം ഒരു മനുഷ്യനെ തൻ്റെ അരികെ വിളിക്കുന്നു. അവന് സ്വസ്ഥത കൊടുപ്പാൻ, അവൻ ദാഹിച്ച് നിരാശപ്പെട്ട് പിറുപിറുത്ത് പോകാതെ അവൻ നന്മ നൽകുവാൻ യേശു അരികെ വിളിക്കുന്നു. നിങ്ങളുടെ തർക്ക വിഷയങ്ങളെ മാറ്റി അതിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളെ പുറത്താക്കി, കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ജാതകം തിരുത്തി എഴുതുവാൻ യേശു നിങ്ങളെ അരികെ വിളിക്കുന്നു. യേശു നിങ്ങളെ അടുക്കൽ വിളിക്കുന്നു. നിങ്ങളെ ഒന്ന് നടുവിൽ നിർത്താൻ, നിങ്ങളെ ഒരു അടയാളമാക്കി മാറ്റുക. യേശു നിങ്ങളെ അരികെ വിളിക്കുന്നു. നിങ്ങളെ ഒന്ന് കയ്യിലെടുത്ത് നിങ്ങളുടെ മീതെ അവൻ്റെ കരം വെച്ച് നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം യേശു അരികെ വിളിക്കുക. ഒരു രാത്രി മുഴുവൻ യേശു പോയി പ്രാർത്ഥിച്ചോ. ഒരു മലയുടെ മുകളിലേക്ക് യേശു കയറി. ആ മലയുടെ മുകളിൽ രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചോ. യേശു പ്രാർത്ഥിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് നേരം വെളുത്തപ്പോൾ, സ്തോത്രം, യേശു
തന്റെ ശിഷ്യന്മാരെ കണ്ട് ആ ശിഷ്യന്മാരെ അരികെ വിളിച്ചു. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, ദൈവം കോമൺ ആയിട്ട് ചിലരെ അടുക്കൽ വിളിച്ചു. എന്നാൽ ഇവിടെ ദൈവം സെലക്റ്റീവായിട്ട് ചിലരെ അടുക്കൽ വിളിക്കുകയാണ്. യേശു ഇവിടെ അരികെ വിളിച്ചു. നാട്ടുകാരെ എല്ലാം കൂടെ അല്ല, ശിഷ്യന്മാരെ വിളിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച യേശു പ്രഭാതമാകുമ്പോൾ, പകലാകുമ്പോൾ യേശു ശിഷ്യന്മാരെ അരികെ വിളിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിൽ ചില രാത്രികളിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾക്കൊന്നും കേൾക്കാത്തതുപോലെ തോന്നിയേക്കാം. പക്ഷെ നേരം വെളുക്കോ, ഈ ഇരുട്ട് മാറോ, ഈ രാത്രി മാറോ. നേരം വെളുക്കുമ്പോൾ യേശു അരികെ വിളിച്ചു. നേരം വെളുത്തപ്പോൾ യേശു അരികെ വിളിച്ചു. അടുത്ത ഭാഗം, അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. യേശു എന്തിനു വേണ്ടിയാണ് അവരെ അരികെ വിളിച്ചത്? അവരെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി. പിന്നെയും പറയുകയാണ്, അവരെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് പുതിയ പേരിട്ടോ. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചോ. അമേ, അന്ന് വരെ അവരുടെ പേരെന്തായിരുന്നു? സെബദി മക്കൾ എന്ന് പേരുള്ളവരുണ്ടായിരുന്നു. അമേ, മത്സ്യബന്ധനക്കാരെന്ന് പേരുള്ളവരുണ്ടായിരുന്നു. ചുങ്കക്കാരൻ എന്ന് പേരുള്ളവരുണ്ടായിരുന്നു. ഇങ്ങനെ പല പേരുകളുള്ളവർ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ യേശു അവരെ 12 പേരെ തെരഞ്ഞെടുത്തു. അവർക്കൊരു പുതിയ പേര് നൽകി. ആ പേരൊരു നിയോഗത്തിന്റെ പേരായിരുന്നു. ആ പേരൊരു പ്രൊഫഷന്റെ പേരായിരുന്നില്ല. ആ പേരൊരു നിയോഗത്തിന്റെ പേരായിരുന്നു. ഒരു പ്രൊഫഷന്റെ പേരിൽ ഒതുങ്ങുന്നതല്ല നിന്റെ പേര്. ഒരു ഗ്രാജുവേഷന്റെ പേരിൽ ഒതുങ്ങുന്നതല്ല നിന്റെ പേര്. ഒരു കുടുംബ പേരിൽ ഒതുങ്ങുന്നതല്ല നിന്റെ പേര്. നിന്റെ പിതാക്കന്മാരുടെ ഇനിഷ്യലിനകത്ത് ഒതുങ്ങുന്നതല്ല നിന്റെ പേര്. ഒരു നിയോഗമാണ് നിന്റെ പേരിന്റെ കൂടെ ചേർക്കപ്പെടുന്നത്. യേശു അവനെ അരികെ വിളിച്ചോ. യേശു അവരെ അരികെ വിളിച്ചിട്ട് അവരെ തെരഞ്ഞെടുത്തോ. ഇന്ന് രാത്രികാലം യേശു നിങ്ങളെ അരികെ വിളിക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടാനുള്ളവരാ. അവൻ മുന്നേമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അവനോടുകൂടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ ആരായിരുന്നു? അവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരോ വിശ്വസ്തരുമായിരുന്നു. യേശു അടുക്കൽ വിളിച്ചോ. എന്തിനാണ് യേശു അടുക്കൽ വിളിച്ചത്? അവൻ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ്. ഈ രാത്രി യേശുവിന്റെ അടുക്കലേക്ക് നീ കയറി വരുമ്പോൾ നിനക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. യേശു അവരെ തെരഞ്ഞെടുത്തു. അതിനുശേഷം അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേരിട്ടു. അവരുടെ പേര് മാറ്റി അവരുടെ മേലൊരു നിയോഗത്തെ വെച്ചു. വീണ്ടും അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 17-ാം വാക്യം, അതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനമായ വിഷയം. യേശു ആദ്യം ഇവരെ അരികെ വിളിച്ചു, അവരെ തെരഞ്ഞെടുത്തു, അവർക്കൊരു നിയോഗത്തിന്റെ പേര് നൽകി. പക്ഷെ അവിടെ അവസാനിച്ചില്ല. അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വാക്യം. എന്താണ് ആ വാക്യം എന്നറിയാമോ? അവൻ അവരോട് കൂടെ ഇറങ്ങി. അവൻ അവരോട് കൂടെ ഇറങ്ങി. സമഭൂമിയിൽ അവരോട് കൂടെ നിന്നു. കയറുമ്പോ കൂടെ കയറാൻ 10 പേര് കാണും. തിളങ്ങുമ്പോ കൂടെ നിൽക്കാൻ 25 പേര് കാണും. പക്ഷേ ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഇറങ്ങുന്നത്. പക്ഷെ യേശു ഈ 12 പേരെ അടുക്കൽ വിളിച്ചു. എന്തിനു വേണ്ടി? യേശു അവരെ അടുക്ക വിളിച്ചിട്ട് അവരെ തെരഞ്ഞെടുത്തു. അവരുടെ നിയോഗങ്ങളെ വെളിപ്പെടുത്തി. അവരെ തെരഞ്ഞെടുത്ത് നിയോഗം വെളിപ്പെടുത്തി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അതിനേക്കാൾ പ്രധാനമായത് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാ, യേശു അവരോട് കൂടെ ഇറങ്ങി. ഇന്ന് രാത്രികാലം യേശു നിന്നെ അടുക്കൽ വിളിക്കുന്നത്, നിനക്ക് മുമ്പിൽ ചില ഇറക്കങ്ങളുണ്ടെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ തൊഴിലിൽ ഒരു ഇറക്കമുണ്ട്, നിന്റെ ശുശ്രൂഷയിൽ ഒരു ഇറക്കമുണ്ട്, നിന്റെ കുടുംബത്തിൽ ഒരു ഇറക്കമുണ്ട്, നിന്റെ ഫിനാൻസിൽ ഒരു ഇറക്കമുണ്ട്, നിന്റെ ഹെൽത്തിൽ ഒരു ഇറക്കമുണ്ട്, നിന്റെ ജോബ് സ്റ്റാറ്റസിൽ ഒരു ഇറക്കമുണ്ട്, നിന്റെ സോഷ്യൽ സ്റ്റാറ്റസിൽ ഒരു ഇറക്കമുണ്ട്. എല്ലാ നാളും ഇത് ഒരേ ഹൈപ്പിൽ അങ്ങ് പോകത്തില്ല കുഞ്ഞേ. സത്യമാ. ഒന്ന് ഇറങ്ങും ഒരു ദിവസം. അമ്മേ, ഏത് കർത്തൃദാസനായാലും, ഏത് വിശ്വാസിയായാലും, ഏത് ദൈവ പൈതലായാലും, ഏത് മനുഷ്യനായാലും ഒരിറക്കം അവന്റെ ജീവിതത്തിലുണ്ട്. ഒരു ദുർദിവസം അവനുണ്ട്. ജീസസ് യേശു അടുക്ക വിളിച്ച് എന്തിനാണെന്നറിയാമോ? അവൻ ഇറങ്ങുമ്പം അവന്റെ കൂടെ ഇറങ്ങാൻ. അവൻ തീയിലിറങ്ങുമ്പോ
അവൻ്റെ കൂടെ ഇറങ്ങാൻ. അവൻ കുഴിയിൽ ഇറങ്ങുമ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങാൻ. അവൻ ഗുഹയിൽ ഇറങ്ങുമ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങാൻ. ഈ രാത്രി വിശ്വസിക്കുക, യേശു എന്നെ അടുക്കൽ വിളിച്ചത് അമ്മ എന്നെ പറഞ്ഞയക്കാൻ വേണ്ടിയല്ല, പകരം കൂടെ ഇറങ്ങാൻ. എത്ര മനോഹരമാണ്! നിങ്ങളെ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചോ. നേരം വെളുത്തപ്പോൾ അവരെ അരികെ വിളിച്ചോ. എന്നിട്ട് അവരെ തെരഞ്ഞെടുത്തോ. അവരുടെ പേര് മാറ്റി. എന്നിട്ട് യേശു അവിടെ ഇരുന്നില്ല. അവരിറങ്ങിയപ്പോൾ അവരോട് കൂടെ ഇറങ്ങി. പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്തോത്ര, യേശു ഇറങ്ങുമ്പോൾ ശിഷ്യന്മാര് കൂടെ ഇറങ്ങുന്നതാ കാണാൻ കഴിയുന്നത്. യേശു മുമ്പേ പോവും, ശിഷ്യന്മാര് പുറകെ പോവാ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല യേശുവിന്റെ കൂടെ ഇറങ്ങിപ്പോയെന്നാണ് എഴുതിയേക്കുന്നത്. അല്ല, അവരോട് കൂടെ യേശു ഇറങ്ങി. ഇന്ന് രാത്രി പറഞ്ഞാട്ട്, ഞാൻ ഇറങ്ങുമ്പോ ഈ എന്നോട് കൂടെ ഇറങ്ങുന്ന ഒരു ദൈവ. And he came down with them. And he came down with them. ഇന്ന് രാത്രി പറഞ്ഞാട്ട്, he will come down with me. എന്റെ താഴ്ചകളിൽ അവൻ എന്നോടുകൂടെ ഇറങ്ങുന്ന ദൈവ. എന്റെ സങ്കടങ്ങളിൽ അവൻ എന്നോടുകൂടെ ഇറങ്ങുന്ന ദൈവ. ഞാൻ നിരാശയിൽ താണു പോകുമ്പോ യേശു ദൂരത്തു നിന്ന് നോക്കത്തില്ല. അവൻ എന്റെ കൂടെ ഇറങ്ങി വരോ. സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എന്നെ പിടിച്ചിടുമ്പോ എന്റെ യേശു എന്റെ അടുക്കൽ ഇറങ്ങി വരോ. ശവക്കുഴിയിലേക്ക് എന്നെ തോണ്ടിയിടുമ്പോ എന്റെ യേശു എന്റെ അടുക്കൽ ഇറങ്ങി വരോ. ഓ, നിന്നയുടെ വെള്ളത്തിലേക്ക് എന്നെ വലിച്ചെറിയുമ്പോ എന്റെ യേശു എന്റെ അടുക്കലേക്ക് ഇറങ്ങി വരോ. ഉയരാൻ കഴിയാത്ത ചെളിയിലേക്ക് എന്നെ ചവിട്ടി താഴ്ക്കുമ്പോ എന്റെ യേശു അവിടെ ഇറങ്ങി വരോ. യേശു നിന്നെ അടുക്ക